ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹെയർ ഫോളും അതിനു വേണ്ടിയിട്ടുള്ള റെമഡീസിനെ കുറിച്ചാണ്. ഹെയർ ഫോള് ഇപ്പോഴത്തെ ഒരു തലമുറയിൽ ഒരുപാട് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഹെയർ ഫോളിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ജനറ്റിക് രീതിയിൽ വരുവാണെങ്കിൽ ആൻഡ്രോജനിക് ആയിട്ടുള്ള അലോപേഷ്യയാണ്. അത് ആൻഡ്രോജൻ ഹോർമോൺസ് കൂടുന്നുണ്ട് മെയിലിലും ഫീമെയിലിലും. അത് ഒരു കാരണമാവുകയും മുടി കൊഴിച്ചിലുണ്ടാകാനും കാരണമാകുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും മെഡിക്കേഷൻസ് നമ്മൾ ഉള്ളിൽ എടുക്കുന്നത് കൊണ്ടായിരിക്കാം. മേ ബി അതൊരു ക്യാൻസറോ അല്ലെങ്കിൽ ആർത്രൈറ്റിസോ ഡിപ്രഷനോ പോലുള്ള മേജറായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ മെഡിസിൻ എടുക്കുന്നത് കൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാകുന്നതാണ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ട്, ഇപ്പം നമ്മളുടെ ഒരു സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അലോപേഷ്യ എയറൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ വട്ടത്തിൽ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നൊരു കണ്ടീഷനാണ് അത്. പിന്നെ അടുത്തൊരു കാര്യം നമുക്കിപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് എന്ന് പറയുന്നത് ഫിസിക്കലും ഇമോഷണലായിട്ട് വരും. അത് ഒരു ഫോർ എ ടൈം ബീയിങ് അതൊരു മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു. പിന്നെ അടുത്ത വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ന്യൂട്രീഷണൽ ഫാക്ട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള അയൺ കണ്ടൻറ്റ് കുറയുക, മിനറൽസ് ലൈക്ക് അയൺ, സിങ്ക് പോലുള്ള കാര്യങ്ങളുടെ ഇത് കുറയുന്നത് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻസ് ലൈക്ക് വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, സി, അല്ലെങ്കിൽ വൈറ്റമിൻ ബി, അതായത് ബയോട്ടിൻ, B7 അതായത് ബയോട്ടിൻ, ഇതുപോലുള്ള ന്യൂട്രീഷണൽ ഫാക്ട്സ് കൊണ്ട് കുറയുന്നത് കൊണ്ട് നമ്മൾക്ക് മുടി കൊഴിച്ചിൽ വരാം. പിന്നെ അടുത്തെന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്ലീപ്പാണ്. നമ്മുടെ ബയോളജി ക്ലോക്ക് വൺസ് അത് റെഡി ആയില്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസത്തിന് പ്രോബ്ലം വരികയും ഇതുകൊണ്ട് നമ്മൾക്ക് മുടി കൊഴിച്ചിൽ വരാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകളിൽ തൈറോയ്ഡ് കൊണ്ടോ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലോ അല്ലെങ്കിൽ മെനോപോസിൻ്റെ അവസ്ഥയിലോ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾക്ക് മുടി കൊഴിച്ചിൽ വരാവുന്നതാണ്. പിന്നെ അടുത്തൊരു കാര്യമാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ്, അല്ലെങ്കിൽ ടൈറ്റായിട്ട് ഹെയർ ടൈറ്റായിട്ട് കെട്ടുക. ഇതൊക്കെ അമിതമായിട്ടുള്ള ചൂട് ഉപയോഗം കൊണ്ടും ഹെയർ പൊട്ടിപ്പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ ഇതും ഒരു കാരണമാകുന്നു. പിന്നെ അടുത്ത പുവർ സ്കാൽപ്പിൻ്റെ ഒരു ഹൈജീൻ, അതായത് സ്കാൽപ്പിൻ്റെ ഹൈജീൻ കുറയുമ്പോൾ അവിടെ കൂടുതലായിട്ട് ഡ്രൈനെസ് വരികയും കൂടുതൽ മുടി കൊഴിച്ചിലുണ്ടാകാനും കാരണമാകുന്നു. പിന്നെ അപ്പോൾ ഈ നമ്മൾക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അമിതമായിട്ടൊരു ഹെയർ ഫോൾ ഉള്ള ഒരാൾക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളത് മെയിൻലി 5 ടെസ്റ്റാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ CBC, അതായത് നോർമലായിട്ടുള്ള HB, TC, DC, ESR പോലുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്തിരിക്കും. ഇത് എന്തെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കാനും, അടുത്തെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ ശരീരത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെസ്റ്റ് നിർബന്ധമാണ്. അടുത്തൊരു ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഫെറിറ്റിൻ ലെവൽ, അല്ലെങ്കിൽ അയൺ കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഫെറിറ്റിൻ ലെവൽ, അല്ലെങ്കിൽ സിറം അയൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു കാര്യമാണ് നമ്മുടെ ഹോർമോണൽ ടെസ്റ്റ്, അതായത് ലൈക്ക് നമ്മുടെ TSH, FSH, LH, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യം. നമ്മുടെ ഹോർമോൺസിൽ എന്തെങ്കിലും വ്യതിയാനം കൊണ്ട് നമ്മൾക്ക് ടെസ്റ്റിന് ഈ ടെസ്റ്റിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ വരാവുന്നതാണ്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ് വൈറ്റമിൻ ഡിയും പിന്നെ വൈറ്റമിൻ B7 ബയോട്ടിൻ. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ വരാം. പിന്നെ അടുത്തൊരു ടെസ്റ്റാണ് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്, അതായത് T3, T4 അല്ലെങ്കിൽ TSH. പിന്നെ TPO എന്ന് പറഞ്ഞത് തൈറോയ്ഡ് ആൻറ്റിബോഡി ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാമെന്നുള്ളതാണ് നമ്മളുടെ ഈ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ. ഫസ്റ്റ് എന്ന് പറയുന്നത് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. 25 kgക്ക് 1 ലിറ്റർ എന്നാണ് കണക്ക്. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിനെ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഡ്രൈനെസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കാര്യം കൂടുതലായിട്ട് നമ്മളുടെ ഹെയർ സ്റ്റൈലിങ്ങിലോട്ടൊന്നും പോകാതിരിക്കാനും, പിന്നെ കറക്റ്റ് സമയത്ത് നമ്മുടെ ഹെയർസിൻ്റെ തുമ്പ് ട്രിം ചെയ്യുന്നതും ഇത് നന്നായിട്ട് മുടി വളരാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനും ഇത് സഹായിക്കുന്നു. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക, അതായത് ഫ്രൈഡ് ഐറ്റംസും പിന്നെ ഓയിലി തിങ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. പിന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഉറക്കം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മളെ എസെൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടറിനെ അത് തടസ്സപ്പെടുത്തുകയും ഇതുമൂലം നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിന് അത് സ്റ്റോപ്പ് ചെയ്യുകയും കാരണമാകുന്നു.
പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് വൈറ്റമിൻസിൻ്റെ ഇൻടേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് വൈറ്റമിൻ ഡി നേരത്തെ പറഞ്ഞ പോലെ കഴിക്കുക, പിന്നെ വൈറ്റമിൻ ഇ കഴിക്കുക, വൈറ്റമിൻ സി കഴിക്കണം. പിന്നെ അടുത്ത മിനറൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അയൺ എന്ന് പറയുന്നത്. അയൺ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിന് കൂടുതലായിട്ട് ഓക്സിജൻ സപ്ലൈ കൊടുക്കുകയും അതുവഴി ഹെയർ ഫോളിക്കിൾസ് കൂടുതലായിട്ട് ഉണ്ടാകാനും സഹായിക്കുന്നു. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇതാണ് സിങ്ക് എന്ന് പറയുന്നത്. അത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പം ഇതൊക്കെ കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ സ്പിനാച്ച്, നമ്മുടെ നട്ട്സ്, അല്ലെങ്കിൽ വൈറ്റ് സെസാം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഈത്തപ്പഴം, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈത്തപ്പഴം കഴിക്കുക. പിന്നെ കറുത്ത എള്ള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ മാക്സിമം ഇൻടേക്ക് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇതാണ് ഒമേഗ-3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും സാൽമൺ എന്ന് പറഞ്ഞ ഫിഷിൽ, പിന്നെ വാൾനട്ടിൽ, സെസാം സീഡിലൊക്കെയാണ് കാണപ്പെടുന്നത്. പിന്നെ കെരാറ്റിൻ എന്ന് പറഞ്ഞ മെയിൻ ഒരു കാര്യമുണ്ട് നമ്മുടെ ഹെയറിൽ. അതെന്ന് പറയുന്നത് തിക്ക് ഫൈബ്രസ് ബാൻഡാണ്. അത് നമ്മൾക്ക് ഏതിലൂടെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പംകിൻ സീഡ്സിൽ, ചിയ സീഡ്സിൽ നിന്ന്, ഫ്ലാക്സ് സീഡ്സിൽ നിന്ന്, വൈറ്റ് സെസാമിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്ന ഒരു സാധനമാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ കെരാറ്റിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഹെയർ ഫോൾ നമുക്ക് ഒരു പരിധിവരെ നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കൂടുതലായിട്ട് യോഗയോ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയും പിന്നെ നന്നായിട്ട് ഉറങ്ങുകയെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങുക, നന്നായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക, ഫ്രൂട്ട്സിൻ്റെ ഇൻടേക്ക് കൂട്ടുക, ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ആയുർവേദത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഹോട്ട് ഓയിൽ മസാജ്, അതായത് പ്രത്യേക ടൈപ്പ് സ്പെഷ്യലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഓയിൽസ് കൊണ്ടുള്ള ഹോട്ട് ഓയിൽ മസാജസ്, നസീം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾക്ക് ശിരോധാരൽ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഫുഡ് റിഫ്ലക്സോളജി പോലുള്ള കാര്യങ്ങളും ഇതിന് വളരെ ഗുണപ്രദമാവുന്നുണ്ട്. പിന്നെ ഇൻറ്റേർണലി നമ്മൾക്ക് കുറച്ച് മെഡിസിൻസ് ഉണ്ട്, ലൈക്ക് നമ്മുടെ നരസിംഹരസായനം. പിന്നെ നമ്മളൊന്ന് ശോധനം ചെയ്യുക, ബോഡി ഒന്ന് ശോധനം ചെയ്യുക. നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹെയർ ഫോളിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ ഈ ഗട്ട് ഹെൽത്തിനെ നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾക്ക് ഈ പുറമേയുള്ള ചികിത്സകൾ ചെയ്യാൻ. അപ്പോൾ ഈ ഗട്ട് ഹെൽത്ത് ക്ലിയർ ആവുന്നതുകൂടി നമ്മളുടെ അബ്സോർപ്ഷൻ, ശരീരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ അബ്സോർപ്ഷൻ കൂടുകയും ഇതുവഴി നമ്മൾക്ക് കൂടുതലായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുകയും അതിനുശേഷം പുറമേയുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. താങ്ക് യു.